ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് പോവാം കേട്ടോ. ജുനു വന്നിട്ട് ആ ദിവസമല്ല, അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇപ്പോൾ പോണത്. സമയം ഏകദേശം ഒരു 4:30 മണിയൊക്കെ ആയിക്കണ്. പിന്നെ എന്താണ്, എനിക്ക് പെരിന്തൽമണ്ണ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട്, പിന്നെ ബാങ്കിലും പോവാണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. ഓലൊക്കെ അവിടെ താഴ്ത്തിരിക്കുകയാണ്. ഞാൻ ബാങ്കിക്ക് വന്ന് കേട്ടോ. അപ്പോൾ മുകളിലാണ്. അപ്പോൾ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോവാണ്. അപ്പോൾ ബാങ്ക് ഇപ്പോൾ ക്ലോസ് ആവും, 5 മണി വരെ ഉള്ളൂ. പോയ കാര്യം നടക്കില്ലെന്നൊന്നും അറിയില്ലാന്നു. കാരണം എന്താണ്, ടൈം വൈകിട്ടാണ് ഞങ്ങൾ വീട്ടിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. വെയിൽ കാരണമാണ് ഒന്നാമത് ടൈം വൈകിയത്. പോയ കാര്യം അങ്ങനെ ഓക്കെ ആയിട്ടോ. ഞാൻ ATM ഒരു കാര്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ ATM പോയപ്പോൾ ശരിയായില്ല. അപ്പോൾ ബാങ്കിൽ പോയപ്പോൾ അത് ഓക്കെ ആയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ പെരിന്തൽമണ്ണ പോകണമെന്നിപ്പോൾ പിന്നെ എന്നിട്ടാണ് വീട്ടിൽ പോണത്. സത്യം പറഞ്ഞാൽ കാറിലുള്ള AC ഒന്നും എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അത് കാറിൽ കയറി കഴിഞ്ഞാൽ തന്നെ എനിക്കൊന്നില്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരിക, ഒന്നില്ലെങ്കിൽ തല കറങ്ങുക, പിന്നെ അങ്ങനെയൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം എന്താണ്, വീട്ടിലിരുന്നിട്ട് ഏതെങ്കിലും ഒരു AC, കാറത്താണെങ്കിലും വേണ്ടില്ല, കാരണം അത്രയും ചൂടാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ AC ഇട്ടിട്ടോ എനിക്ക് വല്ലാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തോന്നണില്ല കേട്ടോ. ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കരിമ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊന്നും ഇഷ്ടമല്ല, ഞാനൊന്നും വാങ്ങിച്ചില്ല. ഇസും പിന്നെ ജുനും ഹെസമോൾക്ക് പിന്നെ ഇസുൻ്റെ നിന്ന് കൊടുക്കുക ചെയ്തത്. അങ്ങനെ പോലെ എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ എന്താണ് ജുനുവിനോട് പറയണമെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ ചിക്കൻ വാങ്ങിക്കാൻ പോയ സമയത്ത് ഒരാൾ എന്നോട് വന്നിട്ട് ചോദിച്ചു, ഈ ലൈവ് ചെയ്യലില്ലേ ചോദിച്ചിട്ടോ. അപ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷം കാര്യങ്ങളും തോന്നിട്ടോ. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ ലൈവ് കാണുന്ന ഒരാളാണ്, ഞങ്ങളടുത്തുള്ള ഒരാളാണ്. അപ്പോൾ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച്, അപ്പോൾ ഓക്കെയാണ്, ഈ ലൈവിൽ വരുന്ന ആളാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാൾ ഞാനങ്ങനെ എന്നോട് വന്ന് ചോദിക്കണം കേട്ടോ. അപ്പം എനിക്ക് ചെറിയൊരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെന്നെ പറ്റിയിട്ട് പറയാനേ? എല്ലാവരും ലൈവിൽ പറയുന്നുണ്ട് ഇന്നെ കിട്ടിയത് നിങ്ങളെ ഭാഗ്യാണെന്ന്. നിങ്ങൾക്ക് എന്താ പറയണേ? എന്തെങ്കിലും പറയും. ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാൻ തന്നെ ആണല്ലേ? ഞാൻ വെറുതെ ചോദിച്ചതാട്ടോ. അതിന് നല്ല മറുപടി എനിക്ക് കിട്ടുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാട്ടോ. ആ ചെറിയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല, എന്തായാലും ഓരോരുത്തരുടെ അഭിപ്രായം നമുക്ക് കേൾക്കാമല്ലോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ജുനുവിൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട്, ഒരു സ്ഥലത്ത് ഇങ്ങനെ റോഡ് സൈഡിൽ പിന്നെ ജ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് എത്താനേക്കണം. അപ്പോൾ അവിടെ നിർത്തണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ജുനുവിന് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓൾക്ക് വേണ്ടിയിട്ട് ജീവൻ വരെ കളയും കേട്ടോ. ഏത് പാതിരാത്രിയാണെന്നുണ്ടെങ്കിലും ഏത് സമയത്തും ഓൾക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഓല കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കും കേട്ടോ. പക്ഷേ എല്ലാ ഫ്രണ്ട്സും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായമാണ്. കുറച്ച് ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സാണ്, ആത്മാർത്ഥത ഉള്ള നല്ല ഫ്രണ്ട്സുകളുണ്ട്. പിന്നെ ജുനുവിന് എന്താണ് നല്ല പാര വെക്കുന്ന ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ. അത് എനിക്ക് ഓല വ്യക്തമായിട്ട് അറിയും, പക്ഷേ ജുനുവിന് അത് അറിയില്ല. അപ്പോൾ നല്ല ഫ്രണ്ട്സുകളും ഉണ്ട്, ചീത്ത ഫ്രണ്ട്സുകളും ഉണ്ട്. പക്ഷേ ജുനു ഇനിയിപ്പോൾ നല്ലതാണെന്നുണ്ടെങ്കിലും ചീത്തതാണെന്നുണ്ടെങ്കിലും ഓൾക്ക് ഹെൽപ്പ് ചെയ്യും. ഓല കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ക്ലിയർ ആക്കി കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ.
പെരിന്തൽമണ്ണ എത്തിയ സമയത്ത് ചായ കുടിക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ ഇറാനി ചായ ഉണ്ട്, അപ്പോൾ അത് കുടിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോഴും എനിക്ക് വേണ്ട പറഞ്ഞു, എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓലൊക്കെ പാടെ കുടിച്ചാൻ വേണ്ടി പോയി. ഞാൻ പിന്നെ എനിക്ക് മേക്കപ്പിൻ്റെ കുറച്ച് അഥവാ 2-3 ഐറ്റംസ് വാങ്ങിക്കണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഫാൻസിൽ കയറിയിരിക്കുകയാണ്. ഏകദേശം ഒരു മഗ്‌രിബ് ആയ സമയത്ത് ഞങ്ങൾ തിരിച്ചു കേട്ടോ വീട്ടിലേക്ക്. അപ്പോൾ ബാങ്ക് കൊടുത്ത സമയത്തൊക്കെ ഞങ്ങൾ പെരിന്തൽമണ്ണയാണ്. പിന്നെ അപ്പോൾ ജുനും ഈസൊക്കെ പള്ളിയിൽ പോയി നിസ്കരിച്ചു. അപ്പോഴും ഞാൻ ഫാൻസിൽ തന്നെയായിരുന്നു. പിന്നെ ഈ മീറ്റും ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കാത്തിക്കല് തുടങ്ങിയിട്ട് കുറേ നേരമായിട്ടോ. കാരണം ഞാൻ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിക്കും പിന്നെ അതേപോലെ ചെറിയൊരു കോമ്പാക്ട് പൗഡർ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ട്. പക്ഷേ അതിന് തന്നെ കുറേ ടൈം ഞാൻ സമയം അവിടെ കളഞ്ഞു. അപ്പോൾ ഉമ്മ അങ്ങനെ ചീത്ത പറയുന്നുണ്ടായിരുന്നു, എത്ര നേരമായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെ അതിൽ വീട്ടിലെത്തി ഓലോടൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എൻ്റെ ചെറിയ അനിയനെ കണ്ടപ്പോൾ എനിക്ക് തന്നെ സത്യത്തിൽ മനസ്സിലായില്ല. ഓന് മുടിയൊക്കെ വെട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുക കേട്ടോ. ഓന് മറ്റേത് മുടി ഇങ്ങനെ പിന്നെ വെട്ടിയിരുന്നില്ല, അങ്ങനെ നല്ലോണം മുന്നിക്കും സൈഡിക്കും നല്ല വളർത്തിയിരുന്നു. ഇപ്പോൾ ഒന്ന് കണ്ടപ്പോൾ നല്ല മാറ്റമുണ്ട്. അപ്പോൾ മുടിയൊക്കെ നല്ല ഒതുക്കത്തിൽ കട്ട് ചെയ്ത്, പക്ഷെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അവനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി ഇതേപോലെ വെട്ടിയാൽ മതി എന്നൊക്കെ. അതേപോലെ മറ്റവനോടും പറയുന്നുണ്ടേന്, അയ്യോ അങ്ങനെ വെട്ടിയാൽ മതി, അതായിരിക്കും നല്ലത് എന്നൊക്കെ. ഓൻ്റെ പോലെ തന്നെയായിരുന്നു ഇവൻ്റെ മുടിയും. പക്ഷേ ഓൻ പറഞ്ഞ സമയമായിട്ടില്ല, ഞാൻ വെട്ടിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ ഹെസമോൾക്ക് ബലൂണും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കെട്ടി ഓളതുകൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ജുനു ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങളെ വീട്ടിനേക്കാട്ടിലും അഥവാ ജുനുവിൻ്റെ വീട്ടിനേക്കാട്ടിലും ചൂട് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയാം കേട്ടോ. അത്രയും ചൂടുണ്ട്. കാരണം ഞങ്ങളുടെ റോഡ് സൈഡിലായതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ മറ്റേ കാറിലിരുന്ന് പിന്നെ ഇങ്ങോട്ട് കയറിയപ്പോൾ ഇവിടെ നല്ല ചൂടാണ് പറഞ്ഞു. നല്ല അടിപൊളിയായിട്ട് മന്തി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കണ്. അപ്പോൾ ഞങ്ങൾ വരട്ടെ വിചാരിച്ചിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളെന്നാ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പോകാൻ വിചാരിച്ചു. പക്ഷേ അനിയന്മാർ പറഞ്ഞു ഇവിടെ ഇന്ന് കളിയുണ്ട്, ഫൈനലാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇസോനും ജുനൂനും ഞങ്ങളവിടെ ഒരു കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ പോകണമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വേഗം പോകണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. പക്ഷേ ഇവിടെ ഫൈനലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് അവിടെ കളി കാണാൻ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ എടുത്തിട്ടില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇസും ഓലെല്ലാവരും കളി കാണാൻ വേണ്ടി പോവാണ്. അനിയന്മാരങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞ് ഓല് സ്കൂട്ടിമ്മ പോയിട്ടോ. ചെറുക്കന്മാരുണ്ട് പറഞ്ഞിട്ട് ഇവർ രണ്ടാളും പോകുകയാണ്. അപ്പം ഞാനും ഹെസമോളും ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി കളി കഴിഞ്ഞിട്ട് തിരിച്ചു പോവുള്ളൂ എല്ലാവരും. ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ലൈക്ക് ചെയ്യുന്നുണ്ടോ, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ടോ. ഓക്കെ.